നിലമ്പൂർ നഗരസഭയിൽ യു.ഡി.എഫ് എൽ.ഡി.എഫ് പോര് ശക്തം. മുൻ ഭരണസമിതിയുടെ കാലത്ത് കരാറിൽ ഒപ്പിട്ട പദ്ധതികൾ യു.ഡി.എഫ് ഭരണസമിതി ഒഴിവാക്കിയെന്ന ആരോപണവുമായി എൽ.ഡി.എഫ് അംഗങ്ങൾ രംഗത്ത് വന്നപ്പോൾ 29 കോടിയുടെ ബാധ്യത വരുത്തിയ കഴിഞ്ഞ എൽ.ഡി.എഫ് ഭരണസമിതിയുടെ കഴിവുകേടാണ് പല പദ്ധതികളും ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടാക്കിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തിരിച്ചടിച്ചു. മയ്യന്താനി ഗ്രൗണ്ടിലെ സ്റ്റേഡിയം നിർമ്മാണം, നിലമ്പൂർ ടൗണിൽ EMS സ്ക്വയർ സ്ഥാപിക്കൽ, മുതുകാട് ഭിന്നശേഷി പാർക്കിന് DPR തയ്യാറാക്കൽ എന്നിവ ഒഴിവാക്കിയത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് LDF അംഗങ്ങളായ PM ബഷീർ, അരുൺദാസ് എന്നിവർ ആരോപിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കരാർ ഒപ്പിട്ട ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികളാണ് ഒഴിവാക്കിയത്. ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ബോർഡ് യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്നത്തെ കൗൺസിലിനകത്ത് ശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ കൗൺസിലിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വെച്ചിട്ടുള്ള ഏറ്റവും ജനകീയമായ പദ്ധതികൾ എല്ലാം ഈ വർഷം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് മയ്യന്താനി ഗ്രൗണ്ടിനകത്തുള്ള സ്റ്റേഡിയം നിർമ്മാണം ഏറെ കാലത്തെ മയ്യന്താനിയിലെ ഫുട്ബോൾ പ്രേമികളുടെയും നാട്ടുകാരുടെയും ഒരു വലിയ അഭിലാഷമായിരുന്നു. കഴിഞ്ഞ ഭരണസമിതി ഘട്ടം ഘട്ടമായിക്കൊണ്ട് ഏകദേശം 83 ലക്ഷം രൂപയാണ് ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അതിനകത്ത് ഓപ്പൺ ജിമ്മ് വെച്ചു, അതേപോലെ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സിംഗ് റൂം വെച്ചു, ഗ്രൗണ്ടിന് ചുറ്റും സമീപം നെറ്റിടൽ, ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള പ്രവർത്തനം എല്ലാം പൂർത്തീകരിച്ചു. ഏറ്റവും ഒടുവിലാണ് ഒരു മിനി സ്റ്റേഡിയം മയ്യന്താനിൽ നിർമ്മിക്കണം തീരുമാനിച്ചുകൊണ്ട് 37 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതി തുക വെച്ചു. കരാറുകാരനുമായി എഗ്രിമെൻ്റ് വെച്ചു. ആ വർക്കാണ് ഇന്നത്തെ കൗൺസിലിൽ അടിയന്തര അജണ്ടയായി കൊണ്ടുവന്ന് നീക്കം ചെയ്തത്. അതുപോലെ തന്നെ നിലമ്പൂർ ടൗണിൽ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ടൗൺ സ്ക്വയർ 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചതാണ്, അതും ഒഴിവാക്കി. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ നിലമ്പൂർ നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച് മുതുകാട് ആരംഭിച്ചിട്ടുള്ള ഭിന്നശേഷി പാർക്കിൻ്റെ DPR നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ വെച്ചത് അതും വെട്ടി ചുരുക്കി മാറ്റിയിരിക്കുകയാണ്. LDF ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും 29 കോടിയുടെ കടബാധ്യത വെച്ചാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിപ്പോയത്. 12 കോടിയോളം രൂപയുടെ പ്രവൃത്തികൾ നടപ്പാക്കാത്തതിൽ 12 കോടിയോളം സ്പിൽ ഓവറായി. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികൾക്കുമാണ് മുൻഗണന നൽകുന്നത്. LDF ആരോപണം പോലെയല്ല, എല്ലാ ഡിവിഷനുകളിൽ ഉൾപ്പെട്ട പല പദ്ധതികളും മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് പ്രവൃത്തികളുടെ കരാർ നൽകിയിരുന്നത്. അതിനാൽ തന്നെ പല പദ്ധതികളും നടപ്പായില്ല. ഇത് സ്പിൽ ഓവറിന് കാരണമായി. ഈ ഭരണസമിതി സർക്കാർ ഏജൻസിയായ സിൽക്കിന് ഒരു പ്രവൃത്തിയും നൽകില്ല. ഈ ടെൻഡറിലൂടെയാകും കരാറുകാരെ കണ്ടെത്തുക. ഒരു അഴിമതിയും ഈ ഭരണസമിതി അനുവദിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയും സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെയും നിലമ്പൂർ നഗരസഭയിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തും. പദ്ധതി വീതം കക്ഷി രാഷ്ട്രീയം നോക്കാതെ 36 ഡിവിഷനുകൾക്കും ഒരേപോലെയാണ് നൽകുന്നത്. നിലമ്പൂർ നഗരസഭയെ ഈ കടബാധ്യതയിലേക്ക് എത്തിച്ചവർ തന്നെയാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ അവർ ചെയ്ത വർക്കുകളുടെ പണം ഇവിടെ എഗ്രിമെന്റ് വെച്ചുപോയി. ആരെ കൊണ്ട്? സിൽക്കിനെ കൊണ്ട്. ഇതിൻ്റെയൊക്കെ വർക്കുകൾ മുഴുവൻ എഗ്രിമെന്റ് വെച്ചത് കൊണ്ട് തന്നെ മിക്കവാറും സംഗതികൾ പണി ചെയ്യാതെ, പ്രത്യേകിച്ചും SC STയുടെ 1 രൂപ എക്സ്പെൻഡിച്ചർ ആക്കാതെ എഗ്രിമെന്റ് വെപ്പിച്ചാണ് പോയി. അതൊക്കെ നമുക്ക് ഷോർട്ട് ഫോളായി. അവർക്ക് 44 ലക്ഷം ഒരു വർക്കിന്. അങ്ങനെ SC STക്കുള്ള 1 രൂപ ഒരു വർക്ക് ചെയ്യാണ്ട് നമുക്ക് ആ പൈസ ഷോർട്ട് ഫോളായി. പിന്നെ അതേപോലെ ഇത്രയും ഭീമമായ തുക കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ച് ഓൺ ഫണ്ടിന് CFC സെൻട്രൽ ഫിനാൻസ് ഗ്രാൻറ്റിൻ്റെ 1 രൂപയും കിട്ടിയില്ല. അതന്നെ 12 ചില്ലാനം കോടി രൂപയാണ് വെച്ചത്. ബാക്കി ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും ആയിട്ട് വെച്ച പൈസ അവർ വന്നപ്പോൾ ഈ ഒരു പക്ഷേ പദ്ധതികൾ വീണ്ടും റിവൈസ് ചെയ്ത് കൊടുക്കുമല്ലോ ചെയ്യാത്തത്. അങ്ങനെ അവർക്ക് ഉണ്ടായിരിക്കാം ഈ എഗ്രിമെന്റ് വെച്ച ആളുകൾക്ക്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ വയ്യ, വർക്കും ഇല്ല, പൈസ ഇങ്ങനെ കടാണെന്ന് പറയാൻ വയ്യല്ലോ. എത്രയും പെട്ടെന്ന് അത് ചെയ്യിച്ചപ്പോൾ വർക്ക് ഇവിടെ നടന്നപ്പോൾ അവർ അത് ക്ലെയിം ചെയ്തു. അവർ വെച്ച പൈസയാണ്, അവർ വെച്ച പദ്ധതികളാണ്, ഞങ്ങൾ അംഗീകരിച്ച് അവർ വെച്ച പദ്ധതികൾ തന്നെയാണ്. പക്ഷെ ചെയ്യിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ചെയ്യിച്ചതിൻ്റെ പൈസ 29 കോടി കൊടുക്കാനുണ്ട്. അതിൻ്റെ അവകാശം അവർക്കില്ല. അത് അവർ ഇങ്ങനെ ശരിക്കും ചെയ്യേണ്ടതിൻ്റെ 3 ഇരട്ടിയാണ്. നിർബന്ധിതരാവാണ്. അതിൽ Aയും Bയും Cയും ഒന്നുമില്ല. ആ വികാര പ്രകടനം ഓരോരുത്തരും, ഇപ്പം ഇവരെ വാർഡിൽ കുമ്പാര കോളനി ഉണ്ട്, അതേമാതിരി ഇയാൾക്ക് പാടശേഖരമുണ്ട്, എനിക്ക് യുണൈറ്റഡ് ക്ലബിൻ്റെ ഉണ്ട്,
ഇതിൽ പല ആളുകൾക്കും അങ്ങനെ വെട്ടിക്കുറച്ചവരാണ്, ഞങ്ങളൊക്കെ വെട്ടിക്കുറച്ചവരാ. അപ്പൊ ഞങ്ങളെല്ലാം ഇനി അത് മാത്രം പോരാ എന്ന് മനസ്സിലാക്കിയപ്പോ ആ തന്നതിനപ്പുറം ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് ഇട്ട് പോരുകയാണ്. ഇത് ഞാൻ റൗണ്ട് ഇടണ എന്താ കാര്യം എന്നറിയോ? ഇതും പോരാ തുക കണ്ടെത്താൻ ഞങ്ങൾ ഇനിയും വെട്ടിക്കുറയ്ക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അതൊക്കെ ആളെ നോക്കിയിട്ടല്ല, ഗ്രൗണ്ട് ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ ആവശ്യമുള്ള വേറെ കാര്യങ്ങളുണ്ട്. 2015-20 കാലയളവിലെ UDF ഭരണസമിതി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 6 ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ DPR തള്ളി കഴിഞ്ഞ LDF ഭരണസമിതി പുതിയ DPR ഉണ്ടാക്കിയതാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകിപ്പിക്കാൻ കാരണമെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കലും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 80785 9900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.